പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലുള്ള വിധിന്യായവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 8-ാം തീയതിയാണ് വിധിന്യായം വന്നത്. ഇന്നിപ്പോൾ 24 ആ ചർച്ചകൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അത് ആ ചർച്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അനുകൂലമായും എതിർത്തും. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എതിർക്കുന്നവർ ഈ വിധിന്യായം ഉദ്ധരിക്കുന്നില്ല. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂനത. വിധിന്യായത്തിൽ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അതാണ് ഈ വിധിന്യായത്തെ എതിർക്കുന്നവർ പറയുന്ന വാദത്തിലെ ഒരു ദൗർബല്യം. സുഹൃത്തുക്കളെ, ഞാൻ ഈ കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ എടുത്തിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്, ഈ കേസ് അട്ടിമറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ദിലീപ് നടത്തിയ ശ്രമങ്ങളല്ല, മറിച്ച് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് പ്രധാനമായും പോലീസും പ്രോസിക്യൂഷനും ഈ കേസ് തകർത്ത് തരിപ്പണമായി ആക്കിയതുകൊണ്ടാണ് എന്നുള്ള നിലപാടാണ് ഞാൻ ആദ്യം മുതൽ എടുത്തിട്ടുള്ളത്. ഈ കേസ് പലപ്പോഴും അന്വേഷിച്ച പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിൻ്റെ വീഴ്ച, അതോടൊപ്പം തന്നെ ഈ കേസ് വാദിച്ച പ്രോസിക്യൂട്ടർമാർ, ഇവർ രണ്ടുപേരും അതിദയനീയമായി പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ കേസ് തകർന്നടിഞ്ഞത് എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഞാൻ ആദ്യം മുതൽ എടുത്തിട്ടുള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ അതിജീവിത വഞ്ചിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ കള്ളത്തെളിവുണ്ടാക്കാൻ, അതായത് ദിലീപിനെതിരെ കള്ളത്തെളിവുണ്ടാക്കാൻ പ്രോസിക്യൂഷൻ എറണാകുളം ജില്ലാ ജയിലിലെ രേഖകളിൽ പോലും കൃത്രിമം നടത്തി എന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ല, വിധിന്യായത്തിലെ കണ്ടെത്തൽ. അതെൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ഈ ദിലീപിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ, അതായത് താൻ ഈ സ്ത്രീയെ പീഡിപ്പിക്കുകയും അവരുടെ നഗ്നദൃശ്യം എടുക്കുകയൊക്കെ ചെയ്തതിന് ദിലീപിൽ നിന്ന് കൊട്ടേഷൻ പണം അനുവദിക്കാൻ ആവശ്യപ്പെടാനായിട്ട് പൾസർ സുനി, ഒരു മഹേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ വശം, ഈ വിപിൻ ലാൽ എന്നൊക്കെ പറയുന്ന 1-2 വിഷ്ണു എന്നൊക്കെ പറഞ്ഞ 2-3 തടവുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു ചെരുപ്പിനുള്ളിൽ വെച്ച് എറണാകുളം ജില്ലാ ജയിലിലേക്ക് ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നു എന്നുള്ളത് ഈ പ്രോസിക്യൂഷൻ കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദഗതിയായിരുന്നു. എന്നാൽ ഈ കാര്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വലിയ രീതിയിൽ കള്ളത്തെളിവുണ്ടാക്കി എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അവരുടെ വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞിരിക്കുകയാണ്. അൺഇംപീച്ചബിൾ ആയിട്ടാണ്, അതായത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതായത് പൾസർ സുനിക്ക് ദിലീപിനോട് പണം ആവശ്യപ്പെടാൻ ഒരു സന്ദർശകൻ ജയിലിലെത്തി പൾസർ സുനിക്ക് മൊബൈൽ ഫോൺ നൽകി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള ശ്രമം ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ വിശദാംശങ്ങൾ, അതങ്ങനെ ഉണ്ടായി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് എറണാകുളം ജില്ലാ കോടതിയിലെ രേഖകളിൽ കൃത്രിമം നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്ന് കോടതി തെളിയിച്ചതെങ്ങനെ, അതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രോസിക്യൂഷൻ കേസ് ഇങ്ങനെയാണ്. പ്രോസിക്യൂഷൻ പറയുന്നത്, നടിയെ പീഡിപ്പിക്കുന്നതിനും അവരുടെ നഗ്നദൃശ്യങ്ങൾ എടുക്കുന്നതിനുമുള്ള കൊട്ടേഷൻ തുക വാങ്ങാൻ തന്നെ സഹായിക്കാൻ സുനി, വിഷ്ണു, വിപിൻ ലാൽ എന്നിവരുടെ സഹായം തേടി, റിമാൻഡ് പ്രതികൾ അവരുടെ സഹായം തേടി. ഇതിനായി ഒരു ചെരുപ്പിൽ വെച്ച് ഒരു മൊബൈൽ ഫോൺ ജയിലിൽ എത്തിക്കാൻ സുനി വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. അതായത് കൊട്ടേഷൻ തുക ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഫോൺ ചെരുപ്പിനുള്ളിൽ വെച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് സുനി വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് റിമാൻഡ് പ്രതിയായ വിഷ്ണുവിൻ്റെ സുഹൃത്ത് മഹേഷ് കുമാർ വിപിൻ ലാൽ എന്ന് പറയുന്ന വേറൊരു ആൾക്ക് 2017 ഏപ്രിൽ 10 ജയിൽ സന്ദർശിച്ചപ്പോൾ മൊബൈൽ ഫോൺ കൈമാറി. അയാൾ റിമാൻഡ് പ്രതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വിപിൻ ലാൽ. ഇതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി കണ്ടെത്തി എന്താ? കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകളും പരിശോധിച്ചപ്പോൾ കോടതി എന്നിട്ട് പറയാണ്, പരിശോധിച്ചപ്പോൾ
ഇത് കള്ളത്തെളിവുണ്ടാക്കാനായിട്ട് ജയിൽ വിസിറ്റർ ഡയറി, അത് എക്സിബിറ്റ് 1P121 ആണ്. ആ ജയിൽ വിസിറ്റർ ഡയറിയിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള അൺഇംപീച്ചബിൾ കൺക്ലൂഷനിൽ കോടതി എത്തിച്ചേർന്നു എന്നാണ് കോടതി ഇതിനകത്ത് പറഞ്ഞത്. എന്നുവെച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ അസന്നിഗ്ധമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ എത്തിച്ചേർന്നു എന്നാണ് കോടതി പറയുന്നത്. അത് കോടതി പറയുന്നത് എന്താ? 10/4/2017 വൈകിട്ട് 10/4/2017 വൈകിട്ട് PW പ്രോസിക്യൂഷൻ വിറ്റ്നസ് 178, അതായത് മഹേഷ് കുമാർ, അയാൾ PW 121, അയാളുടെ പേര് വിപിൻ ലാൽ എന്നാണ്, അയാളെ സന്ദർശിച്ചു. കള്ളത്തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എങ്ങനെയാണ് കള്ളത്തെളിവുണ്ടാക്കിയെന്നറിയാമോ? അങ്ങനെ ഒരു സന്ദർശനം ഉണ്ടായിരുന്നുവെന്നും ആ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിഷ്ണു PW 176 PW 121 വിപിൻ ലാലിന് ചെരുപ്പിനുള്ളിൽ വെച്ച് മൊബൈൽ ഫോൺ കൈമാറിയത് എന്ന് തെളിയിക്കാനുള്ള കള്ളത്തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അങ്ങനെ ഒരു സന്ദർശനം ഉണ്ടായിരുന്നു. ആ സന്ദർശനത്തിലാണ് ഈ മൊബൈൽ ഫോൺ കൈമാറിയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമം. അത് സംബന്ധിച്ച് കോടതി പറയുന്നത് എന്താണെന്ന് കേട്ടോണം. കോടതി പറയുന്നത്, അവർ പറയുന്നത്, ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ടു ഫൈൻഡ് ദാറ്റ് ദ പ്രോസിക്യൂഷൻ ഹാസ് ടോട്ടലി ഫെയിൽഡ് ടു പ്രൂവ് ദാറ്റ് PW 138 visited PW 121 in the district jail, Kakanad, and in the course of that meeting, the former handed over a chappal with a mobile phone and SIM card inside. എന്ന് പറഞ്ഞാൽ അത് ചെയ്തു എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് പറയാണ്, കൺസിഡറിംഗ് ദ എവിഡൻസ് അവൈലബിൾ ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദ പ്രോസിക്യൂഷൻ മിസറബിളി ഫെയിൽഡ് ടു പ്രൂവ് ദാറ്റ് മെറ്റീരിയൽ ഒബ്ജക്ട് 87, അതായത് മൊബൈൽ ഫോൺ, വാസ് ബ്രോട്ട് ഇൻസൈഡ് ദ ജയിൽ ബൈ ഹാൻഡിങ് ഓവർ ഇറ്റ് ടു PW 121 ബൈ PW 178 ഓൺ, അതായത് ആ ദിവസം അത് അങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് തെളിയിക്കുന്നതിന് കഴിഞ്ഞില്ല. എന്നിട്ട് കോടതി പറയുകയാണ്, ദ സ്പെസിഫിക് കേസ് ഓഫ് ദ പ്രോസിക്യൂഷൻ പറയുന്നത് PW 178 PW 121 10-ാം തീയതി വൈകിട്ടായപ്പോഴത്തേക്കും സന്ദർശിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ബട്ട് ദ ഫാന്റാസ്റ്റിക് ആസ്പെക്ട് ഈസ് ദാറ്റ് ദ എൻട്രീസ് ഇൻ എക്സിബിറ്റ് 171 would show that on inserted as an addition, അതായത് ജയിൽ ഡയറിയിൽ ഈ PW 178 PW 121 ഈ മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടി വന്നു എന്നുള്ള അങ്ങനെ വിസിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഒരു അഡീഷനായിട്ടാണ്, ഒരു കൂട്ടിച്ചേർക്കലായിട്ടാണ് ഈ ജയിൽ വിസിറ്റർ ഡയറിയിൽ കാണുന്നത് എന്ന് കോടതി പറയുന്നു. ദിസ് വുഡ് ഷോ ദാറ്റ് ദ അഡീഷൻസ് അപ്പിയർ ഇൻ ദി എക്സ്ട്രീം ലെഫ്റ്റ് മാർജിൻ, അതായത് ഏറ്റവും ഇടത്തുള്ള മാർജിനിലാണ് ഈ കൂട്ടിച്ചേർക്കലുകൾ കാണുന്നത്. ആൻഡ് ദ തേർഡ് കോളം ഈസ് നോട്ട് മെയ്ഡ് സൈമിൾട്ടേനിയസ്ലി, എന്നാൽ 3-ാം കോളത്തിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് എൻട്രീസ് വരുത്തുന്നില്ല. എന്നിട്ട് കോടതി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് സച്ച് അഡീഷൻസ് ഇൻ എ ഡോക്യുമെന്റ് സീസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ കേസ് പെൻഡിംഗ് ബിഫോർ ദ കോർട്ട് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഓർ ക്ലാരിഫൈഡ് ബൈ ദ പ്രോസിക്യൂഷൻ ഓർ ദ പേഴ്സൺ ക്ലെയിംഡ് ടു ബി ദി കസ്റ്റോഡിയൻ. അപ്പം ഇങ്ങനൊരു കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടും ആ കൂട്ടിച്ചേർക്കൽ എന്തിനാണ് നടത്തിയത് എന്ന് പ്രോസിക്യൂഷനോ അതിൻ്റെ സൂക്ഷിപ്പുകാരനോ പറയുന്നില്ല. കോടതി പറയുകയാണ്, ഇപ്പം ഇങ്ങനൊരു വിസിറ്റാണല്ലോ അവിടെ നടന്നതെന്നാണല്ലോ പറയുന്നത്. ആ വിസിറ്റ് നടന്നു എന്നുള്ള ജയിൽ ഡയറിയിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയിരിക്കുന്നു, അത് വിശദീകരിച്ചിട്ടുമില്ല. കോടതി പറയുകയാണ്, ദ കോർട്ട് വണ്ടേർഡ് how the details of the person claimed to have visited PW 121 in the afternoon session appear in the forenoon session, with all particulars are also crucial considering the nature of the allegations. അതായത് ഈ PW 121 എന്ന് പറയുന്നത് സന്ദർശനം നടത്തിയത് ആഫ്റ്റർനൂൺ സെഷനിലാണ് നടത്തിയിട്ടുള്ളത്, പക്ഷെ അത് ഫോർനൂൺ സെഷനിലാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറയുന്നത്, ഈ നടത്തിയിട്ടുള്ള തിരുത്തലുകൾ കാണിക്കുന്നത് ഇറ്റ് വിൽ ലീഡ് ടു ദ ഇറസിസ്റ്റിബിൾ കൺക്ലൂഷൻ ദാറ്റ് PW 159 ജോർജ് ചാക്കോ എന്ന് പറഞ്ഞ ജയിൽ ഓഫീഷ്യൽ ഓർ സംബഡി എൽസ് വിത്ത് ഹിസ് നോളജ് മെയ്ഡ് മാനിപ്പുലേഷൻ ഇൻ എക്സിബിറ്റ് 171 വിത്ത് അൾട്ടീരിയർ മോട്ടീവ്. അപ്പോൾ ഈ തിരുത്തലുകൾ തെറ്റായി വരുത്തിയതിൽ നിന്ന് മനസ്സിലാവുന്നത് PW 159 ജോർജ് ചാക്കോ, അതായത് ജയിൽ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ
ഈ എക്സിബിറ്റ് 171 എന്ന് പറയുന്ന ജയിൽ വിസിറ്റർ ഡയറി ഗൂഢലക്ഷ്യത്തോടുകൂടി മാനിപ്പുലേറ്റ് ചെയ്തു, തിരുത്തി എന്ന് കാണേണ്ടി വരും. എന്നിട്ട് കോടതി പറയുന്നത് എ റിപ്പോർട്ട് ടു ദാറ്റ് എഫക്റ്റ്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരു തിരുത്തൽ വരുത്തിയെങ്കിൽ തന്നെ കോടതി പറയുന്നത് എ റിപ്പോർട്ട് ടു ദാറ്റ് എഫക്ട് ഷുഡ് ഹാവ് ബീൻ ഫയൽഡ് ഇൻ കോർട്ട് ഓൺ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓർ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ബ്രോട്ട് ഔട്ട് അറ്റ് ദി ഔട്ട്സെറ്റ് ഓഫ് ദ ചീഫ് എക്സാമിനേഷൻ ഓഫ് ദ വിറ്റ്നസ് ഹു പ്രൊഡ്യൂസ്ഡ് ദാറ്റ് ഡോക്യുമെന്റ്. അപ്പോൾ കോടതി പറയുന്നത് അങ്ങനെ തിരുത്തൽ വരുത്തിയെങ്കിൽ തന്നെ അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമായിരുന്നു. ആ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സാക്ഷിയെ വിസ്തരിക്കുന്ന സമയത്തെങ്കിലും അത് കൊണ്ടുവരേണ്ടതായിരുന്നു. അത് കൊണ്ടുവന്നില്ല, തിരുത്തൽ നടത്തിയിട്ടുണ്ട്. അത് ഗൂഢോദ്ദേശത്തോടുകൂടിയായിരിക്കാം നടത്തിയതെന്നാണ് കോടതി പറയുന്നത്. എന്നിട്ട് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു. പ്രോസിക്യൂഷൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മഹേഷ് കുമാർ എന്ന് പറഞ്ഞ ആള് കോടതിയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ജയിൽ വെൽഫെയർ ഓഫീസറും അതിൻ്റെ ചാർജുള്ള ആളും പറഞ്ഞത് ആ CCTV വിഷ്വൽസ് മുകളിൽ വേറെ എന്തൊക്കെയോ ചെയ്ത് അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുപ്രധാനമായിട്ടുള്ളൊരു തെളിവായിരുന്നു പൾസർ സുനി അയാൾക്ക് ഈ മഹേഷ് കുമാറും വിപിൻ ലാലും വിഷ്ണു എല്ലാം കൂടെ ചേർന്ന് ചെരുപ്പിനകത്ത് വെച്ച് കൊടുത്ത് ജയിലിലേക്ക് എത്തിച്ച ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പൾസർ സുനി താൻ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും അവരുടെ നഗ്ന ദൃശ്യങ്ങൾ എടുത്തതിനുള്ള കൊട്ടേഷൻ തുക ആ മൊബൈൽ ഫോണിലൂടെ ഈ പൾസർ സുനി ദിലീപിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. എന്നാൽ ഈ തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് തിരുവനന്തപുരം എറണാകുളം ജില്ലാ ജയിലിലെ ജയിൽ രേഖകളിൽ നഗ്നമായിട്ടുള്ള കൃത്രിമം തെളിയിച്ചതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകൾ, അൺഇംപീച്ചബിൾ എവിഡൻസ് ആണ് കോടതി കാര്യകാരണ സഹിതം വിധിന്യായത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭീകരമായിട്ടുള്ള പരാജയമാണ് പോലീസിനും പ്രോസിക്യൂഷനും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും നഗ്നമായിട്ടുള്ള ദയനീയമായിട്ടുള്ള പരാജയം. അതുപോലെ തന്നെ ഗൂഢാലോചന, അതായത് ഒന്നാം പ്രതിയും ദിലീപുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന 7 സാഹചര്യങ്ങളുണ്ട് പോലീസ്. ആ 7 സാഹചര്യങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതിലൊന്നെന്ന് പറഞ്ഞാൽ സൗണ്ട് തോമ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ സൈറ്റിൽ ഒന്നാം പ്രതി എത്തി എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഹബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചന തെളിയിക്കാൻ നടന്നില്ല. ജോയിസ് പാലസ് തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്ന ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാം പ്രതി നാദിർ ഷായിൽ നിന്ന് തൊടുപുഴയിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് 30,000 രൂപ മേടിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. CIFT ജംഗ്ഷൻ തോപ്പുംപടിയിൽ വെച്ച് അവർ തമ്മിൽ മീറ്റ് ചെയ്തു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കിണറ്റിങ്കൽ ടെന്നീസ് അക്കാഡമി അവിടെ വെച്ച് കണ്ടു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. മീറ്റിംഗ് അറ്റ് ശാന്തിഗിരി കോളേജ് തൊടുപുഴ അവിടെ വെച്ചുള്ളതും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ദിലീപും ഒന്നാം പ്രതിയായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന 7 സാഹചര്യങ്ങളും കോടതിയിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത് സുഹൃത്തുക്കളെ. അതോടൊപ്പം തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന അതിനിർണായകമായിട്ടുള്ള ഒരു തെളിവ്, അതും നഗ്നമായിട്ടുള്ള കൃത്രിമത്തിലൂടെയാണ് എന്ന് കോടതി കണ്ടു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി വന്നു, അതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. ഈ നഗ്ന ദൃശ്യങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അത് ലാൽസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഉടമയായിട്ടുള്ള സിനിമാടൻ ലാലിനെ ചോദ്യം ചെയ്തതായിട്ട് പ്രോസിക്യൂഷൻ പറയുന്നില്ല. ലാൽ അന്വേഷണമായിട്ട് കൃത്യമായി സഹകരിച്ചതാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ആ ലാലിൻ്റെ സ്റ്റുഡിയോയിൽ ഈ നഗ്ന ദൃശ്യങ്ങളിലെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാൻ കൊണ്ടുവന്നു എന്നതുപോലും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ കേസ് തകർത്ത് തരിപ്പണമാക്കിയത്, ഈ കേസ് ആദ്യാവസാനം ഇല്ലാതാക്കിയത് പോലീസും പ്രോസിക്യൂഷനും കൂടി ചേർന്നിട്ടാണ്.
പോലീസ് എത്ര നഗ്നമായിട്ട് ഈ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ ഒന്നിലധികം. കൃത്രിമമായി രേഖകൾ, ജയിൽ രേഖകൾ പോലും പോലീസ് തിരുത്തുന്നു. അതുകൊണ്ട് എനിക്ക് അവസാനമായി അതിജീവിതയോട് പറയാനുള്ളത്, അതിജീവിത ഇനിയെങ്കിലും മനസ്സിലാക്കണം, പോലീസും പ്രോസിക്യൂഷനും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ കേസ് ആദ്യാവസാനം അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് എന്ന്.